മിനിസ്ട്രി ആയിരിക്കാം, കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങളായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആയിരിക്കുന്ന സിറ്റുവേഷൻസുകളായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, കർത്താവ് നമ്മളെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ക്രിസ്തുവിൽ ഏവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം എന്നെ ഫരമേൽപ്പിച്ച പ്രസംഗത്താൽ. ഇവിടെ നമുക്കൊരു വേർഡ് കാണുവാനായിട്ട് കഴിയുന്നു, ഒരു വാക്ക് ഇങ്ങനെ കാണുന്നു, ഫരമേൽപ്പിച്ച പ്രസംഗം. അപ്പോൾ ദൈവം ചിലത് ചിലരിലേക്ക് ഫരമേൽപ്പിക്കും. ദൈവം ചിലത് ഒരു ലീഡർഷിപ്പൊക്കെ ചിലരിലേക്ക് ദൈവം അത് കൈമാറുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നു അത് ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ലത് നമ്മൾ ഇന്ന് പുറത്തു വരുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ദൈവവചനത്തിനകത്ത് നാം പഠിക്കുമ്പോൾ അനേക ലീഡേഴ്സിനെ നമുക്ക് കാണാനായി കഴിയുന്നു. ദൈവം ആ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നു. ലൈക്ക് മോശയുടെ ലൈഫ് എടുത്താൽ ദൈവം ഒരു ലീഡറാക്കി അവനെ ഏറ്റവും ഫസ്റ്റിൽ കൊണ്ട് നിർത്തുവാനായിട്ടിടയായിത്തീർന്നു. ജോഷുവ, അതുപോലെ തന്നെ സ്ത്രീകളെ നോക്കുമ്പോൾ ദെബോറ, ഇവരൊക്കെ ലീഡർഷിപ്പിനകത്ത് നിന്ന് ഒരു കൂട്ടത്തെ നയിക്കുകയും നേതൃത്വത്തെ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തവരാണ്. പുതിയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ബെസ്റ്റ് അൾട്ടിമേറ്റ് എക്സാമ്പിൾ ചോദിച്ചാൽ കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ബിക്കോസ് എന്താണോ പിതാവ് ആഗ്രഹിച്ചത്, ആ ദൈവിക പദ്ധതികളെ, ആ ലീഡർഷിപ്പിനെ ചിലരെ ലീഡ് ചെയ്യുവാൻ യേശു കർത്താവിൻ്റെ ജീവിതത്തിലൂടെ നമുക്കത് മനസ്സിലാക്കുവാനും അതിൻ്റെ പൂർത്തീകരണത്തിൽ കൊണ്ടുവരികയും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഒരു ലൈഫ് ചെയ്തെടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മറന്നു പോകരുത്, ദൈവം നമ്മെ ഫരമേൽപ്പിച്ചതിൽ നാം വിശ്വസ്തരായി മാറുക. എന്താണോ കർത്താവ് നമ്മളെ ലീഡ് ചെയ്യുവാൻ, അതിനകത്ത് ലീഡർഷിപ്പിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത്, അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് നമ്മുടെ മിനിസ്ട്രി ആയിരിക്കാം, കുടുംബത്തിൻ്റെ അന്തരീക്ഷങ്ങളായിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആയിരിക്കുന്ന സിറ്റുവേഷൻസുകളായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ അത് ലീഡ് ചെയ്യുവാൻ, അതിനെ ലീഡർഷിപ്പിലേക്ക് നയിച്ച് അത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക: കർത്താവ്, എന്നെ ദൈവം എന്തിന് നേതൃത്വം വഹിക്കുവാൻ ആക്കി വെച്ചിരിക്കുന്നുവോ, കർത്താവ് എന്നെ എന്താണോ ഫരമേൽപ്പിച്ചിരിക്കുന്നത്, ആ ഫരമേൽപ്പിച്ചതിൽ വിശ്വസ്തയോടെ അതിനെ ചെയ്തു തീർക്കുവാനും ദൈവിക സക്സസ്ഫുൾനെസ്സിലേക്ക് കൊണ്ടുവരുവാനും നമ്മളിൽ നിന്ന് ഏറ്റവും മാക്സിമം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, നമ്മളിൽ കർത്താവ് ഇംപ്ലാന്റ് ചെയ്ത, കർത്താവ് നമ്മളിലേക്ക് ഇട്ട് തന്നിരിക്കുന്ന ഏറ്റവും നല്ലതിനെ, ഫരമേൽപ്പിച്ചതിനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും ദൈവരാജ്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാകുവാനും നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളാരും കഴിവില്ലാത്തവരല്ല, വേണ്ടാത്തവരല്ല, മാറി നിൽക്കേണ്ടവരല്ല, ഒന്നുമില്ലാത്തവരല്ല. മറിച്ച് കർത്താവ് പറയുന്നു ഈ വചനത്തിലൂടെ നമ്മെ ഫരമേൽപ്പിച്ചത്, കർത്താവ് നമ്മളിൽ തന്നത്, ദൈവം നമ്മൾ ഇൻബോൺ ആയിട്ട് കർത്താവ് നമ്മളിലേക്ക് പകർന്നിരിക്കുന്നതിൽ നമ്മൾ യൂസ്ഫുൾ ആകുക, അതിനകത്ത് ഫെയ്ത്ത്ഫുൾ ആയി മാറുക. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ആമേൻ.